പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയിട്ട് എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഹായ് അണ്ടി എന്നൊക്കെ പറയുന്നുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാൻ, കാണാത്തവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ വീഡിയോയിലൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ്, തെലുഗു വേർഡ്സ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വീണ്ടും അതേപോലെയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഒരു വേർഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അവിടെ ഞാൻ മുമ്പിലും പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ വേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ അത് ബാഡ് വേർഡ്സ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മളൊക്കെ അട്രാക്റ്റ് ആയി പോകുന്നത്. അരേ അതെന്നാ ഈ വേർഡ് ഇത്ര പബ്ലിക്കായിട്ട് പറയുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഇവിടെ ഉള്ളവർക്ക് വന്നിട്ട് അതൊരു കോമൺ വേർഡ്. ഈവൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്കും ഇപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ബാഡ് ഫീലിംഗും വരണില്ല ആ വേർഡ് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ. കാരണം എനിക്ക് നോർമലായിട്ട് എൻ്റെ ഇവിടെയുള്ള തെലുഗു ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയക്കുന്നതൊക്കെ അങ്ങനെ തന്നെ ഹായ് അണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒന്നും തോന്നണില്ല. അത് കേൾക്കുമ്പോൾ അതൊരു ബാഡ് വേർഡാണ് എന്നൊരു ഫീലിംഗ് എനിക്ക് വരുന്നതേ ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾക്ക് കേരളത്തിലുള്ളവർക്ക് ഉറപ്പായിട്ടും വരും, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിൽ നല്ല മലയാളീസിന്, ഇപ്പോൾ ഹൈദരാബാദിൽ അല്ലാത്ത അല്ലെങ്കിൽ തെലങ്കാനയിൽ അല്ലാത്ത മലയാളീസിനൊക്കെ അത് ഇപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രീസിലുള്ളതോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്സിലുള്ളവർക്കൊക്കെ അതൊരു, ഇവിടെയുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ മേ ബി നമ്മുടെ ചില വേർഡ്സുകളൊക്കെ അങ്ങനെ ബാഡ് വേർഡ് ആയിട്ടുള്ളത് ഉണ്ടാവാമായിരിക്കാം. അത് ഞാൻ ഇനി കൂടുതൽ നോക്കിയിട്ടില്ല. അറിയാവുന്ന കുറച്ച് വേർഡ്സ് ഒന്നും നമ്മളുടെ ഇതിൽ ബാഡ് വേർഡ് ആയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് നമ്മളെങ്ങാനോ അബദ്ധത്തിൽ പറയും, എന്താ ഈ പറയണത് എന്നുള്ള മട്ടിലായിരിക്കും അവരുടെ എക്സ്പ്രഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വേർഡിലേക്ക് പോവാട്ടോ. ഇന്നത്തെ വേർഡാണ് തോത്താപ്പറി. തോത്താപ്പറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതാണ് സംഭവം. എന്താന്നറിയോ, ഇത് മാങ്ങ അല്ലെ. അപ്പൊ ഈ മാങ്ങ തന്നെ പല ഷേപ്പിലും ടൈപ്പിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് മാങ്ങയൊക്കെയാണ് നമ്മൾ ഇവിടെ തോത്താപ്പറി എന്ന് പറയുന്നത്. നാട്ടിൽ എനിക്ക് അറിയില്ല, ഇതാണോ കിളിമൂക്കെന്ന് പറയുന്നതാണോ, എനിക്ക് ഇതിന്റെ ഇത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഷേപ്പ് പോലെ ഫീൽ ആയിട്ടുണ്ട്. ഇനി അതാണോ പറയുന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കൂ, ഇതിന്റെ പേരെന്താണ് മലയാളത്തിൽ പറയുന്നതെന്ന്. കാരണം എനിക്ക് ആകെ നാട്ടുമാങ്ങ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുമാങ്ങ മാത്രമേ എനിക്ക് അറിയുള്ളൂ. കുറെ ടൈപ്പ് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഓരോന്നിനെയും പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇനിയൊന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേറൊരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഷേപ്പ് കണ്ടിട്ട് വാങ്ങിയതാണ്. അത് സെയിം നമ്മൾ നോർമലി ഡ്രോ ചെയ്യില്ലേ, ഡ്രോ ചെയ്യുന്ന മാങ്ങയുടെ അതേ പെർഫെക്റ്റ് ഷേപ്പിലുള്ള മാങ്ങ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് ചെറുതായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചെറുതാ, അതിന്റെ സൈസ് കാണില്ലേ, ഭയങ്കര ചെറിയ മാങ്ങ. വായിക്കകത്ത് വെക്കാനുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇന്നത്തെ വേർഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ട്യൂട്ടോറിയൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ട്യൂട്ടോറിയൽ വന്നിട്ട് പഠിച്ച വേർഡാണ് തോത്താപ്പറി. തോത്താപ്പറി എന്ന് പറഞ്ഞാൽ അത് മലയാളത്തില് ബാഡ് വേർഡ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. തോത്ത പറഞ്ഞ ഹിന്ദിയിൽ വന്നിട്ട് പാരറ്റ് എന്നുള്ളതല്ല. അപ്പൊ അതിന്റെ ചുണ്ടുമാതിരി എന്നുള്ള മീനിങ്ങിലായിരിക്കാം ഇവിടെ തോത്താപ്പറി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ആ വേർഡ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഭയങ്കര ഫണ്ണി ആയ ഒരു വേർഡായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് വെച്ചത്. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്കിങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. നമ്മളിടുന്ന ഈ 2 മിനിറ്റ്സ് അല്ലെ 3 മിനിറ്റ്സ് എന്നുള്ള വീഡിയോയെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുന്നത് 1 മിനിറ്റ് ആയിരിക്കും. അപ്പൊ പിന്നെ ഞാൻ അതിലും കൂടുതലിട്ട് എല്ലാവരും എന്തിനാ ഇങ്ങനെ ബോർ അടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചാണ് മാക്സിമം ഞാൻ വീഡിയോ എല്ലാം ഷോർട്ടാക്കി ചെറുതാക്കിയപ്പോ എന്ത് പറയാനുണ്ടോ അത് മാത്രം തന്നെ പറയുന്നത്. ഇങ്ങനെ ലെങ്തി ആയിട്ട് വലിച്ച് നീട്ടി ബോർ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ അത്ര ലെങ്തിയായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പറയാട്ടോ. ഇപ്പൊ ഏതായാലും ഇത്ര തന്നെ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.